ഇന്ത്യയിൽ ഇസ്ലാം കടന്നു വന്നത് ഇസ്ലാമിൻ്റെ രാജപാതയും ഒപ്പം തന്നെ ഇസ്ലാം സ്വീകരിച്ച രാജാവിൻ്റെ മതമെന്നുള്ള നിലക്ക് രാജകീയ സ്വീകരണവുമായിട്ടായിരുന്നു എന്നും ഇസ്ലാമിക ആദർശങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് സംവേദനം ചെയ്തുകൊണ്ടും ഇസ്ലാമിക ജീവിതക്രമത്തിൻ്റെ ഉജ്ജ്വലത ആളുകൾക്കിടയിൽ പ്രചരിച്ചുകൊണ്ടുമാണ് ഇസ്ലാം വളർന്നത് എന്നും ഇസ്ലാം ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ഏകദേശം 1.25 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇന്ത്യയിൽ ഇസ്ലാമിക സാമ്രാജ്യം കടന്നു വന്നപ്പോൾ ഇന്ത്യ രാജ്യത്ത് പ്രബലമായൊരു മുസ്ലിം സമൂഹം രൂപപ്പെടുത്തി കഴിഞ്ഞിരുന്നു എന്നുമുള്ള വസ്തുതകളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. എട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹം ഒരു തീരദേശം എന്നുള്ള നിലക്ക് ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ചിരുന്നു എന്നുള്ള വസ്തുത ലോകത്തെ സഞ്ചാരികളുടെ രചനകളിലൂടെ കടന്നുപോയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. കോഴിക്കോട് ഒരുപാട് തവണ സന്ദർശിച്ച ഇബ്നു ബത്തൂത്ത കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ നിലവാരത്തെയും അവിടുത്തെ മുസ്ലിങ്ങളുടെ മതപരമായ വാഞ്ചയെയും എല്ലാം കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ചൈനീസ് നാവികനായ മാം ഹിങ്കുങ്ങും കോഴിക്കോട് കടപ്പുറത്ത് മാത്രമായി അദ്ദേഹം 30ഓളം മുസ്ലിം പള്ളികൾ കണ്ടതായി സൂചിപ്പിക്കുന്നു. 30ഓളം മുസ്ലിം പള്ളികൾ ഒരു കടപ്പുറത്ത് മാത്രം ഉണ്ടാകണമെങ്കിൽ കേരളത്തിൽ ഇത് മുസ്ലിം സമൂഹം അത്രക്കും സജീവമായിരിക്കണം. അങ്ങനെ സജീവമായ ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ ചിത്രമാണ് നമുക്ക് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഫലമായിട്ടുണ്ടായ ഒരു സാമൂഹ്യ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത് ചരിത്രത്തിൽ. എന്നാൽ സാമ്പ്രദായിക ചരിത്രകാരന്മാർക്ക് ഇന്ത്യയിലേക്ക് മുസ്ലിങ്ങൾ അക്രമികളായി കടന്നു വന്നു എന്ന് സ്ഥാപിക്കുവാനാണ് ഇഷ്ടം. യഥാർത്ഥത്തിൽ മുഹമ്മദ് ബിൻ ഖാസിമിൽ നിന്ന് തുടങ്ങി ബഹദൂർ ഷാ സഫറിൽ അവസാനിക്കുന്ന ഇന്ത്യ രാജ്യത്തിലെ ഒരു നൂറ്റാണ്ടിലധികം കാലം, ഒരു സഹസ്രാബ്ദത്തിലധികം കാലം നിലനിന്ന മുസ്ലിം ഭരണ കാലഘട്ടങ്ങളിലെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിലും നമുക്ക് ഇസ്ലാമിനെ അടിച്ചേൽപ്പിച്ചതായിട്ടുള്ള ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല. ഒരു സാമൂഹ്യ പ്രതിഭാസം എന്നുള്ള നിലക്ക് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചരിത്ര കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. അത് അന്ന് മാത്രമല്ല, ഇന്നും മതങ്ങളുടെ പേരിലും ഒരൊറ്റ മതം മാത്രമല്ല പല മതത്തിന്റെയും പേരിൽ നടക്കുന്നതാണ് സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച്. ഇപ്പോഴും ഹിന്ദുമതം അടിച്ചേൽപ്പിക്കപ്പെടുന്ന അവസ്ഥാവിശേഷമുണ്ട്, ക്രിസ്തുമതം അടിച്ചേൽപ്പിക്കപ്പെടുന്ന അവസ്ഥാവിശേഷമുണ്ട്, ഇസ്ലാം മതം അടിച്ചേൽപ്പിക്കപ്പെടുന്ന അവസ്ഥാവിശേഷമുണ്ട്. അതിന് കാരണം സാമൂഹ്യമായ കാരണങ്ങളാണ്. വിവാഹം നടക്കേണ്ടമെങ്കിൽ മുസ്ലിം ആകണം എന്ന നിർബന്ധം വരുന്ന സാഹചര്യത്തിൽ ഇസ്ലാം അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറയാൻ വേണമെങ്കിൽ, വിവാഹം നടക്കണമെങ്കിൽ ഹിന്ദുവാകണമെന്ന് നിർബന്ധം പഠിക്കപ്പെടുന്ന അവസ്ഥയിൽ ഹിന്ദുമതം അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ക്രിസ്തുമതത്തിന്റെ സ്ഥിതിയും അതേപോലെ തന്നെ. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതേപോലെയുള്ള സംഭവങ്ങൾ അക്കാലഘട്ടത്തിലും നടന്നിരിക്കാം. പക്ഷേ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഇസ്ലാമിക സമൂഹം വളർന്നിട്ടുള്ളത് ഈ ആദർശ പ്രബോധനം വഴിയാണ് എന്നുള്ളത് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ
ഇന്ത്യയിലുണ്ടായ ഭരണക്രമങ്ങൾ, അവയുടെ തുടർച്ചയായിട്ടാണ് മുസ്ലിംകളുടെ ഭരണവും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മുമ്പുള്ള ആളുകൾ എത്രത്തോളം രാജ്യത്തെ പുഷ്ടിപ്പെടുത്തുകയും രാജ്യത്തെ നന്മയിലേക്ക് നയിക്കുകയും രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടോ, അതേപോലെ തന്നെയായിരുന്നു മുസ്ലിം ഭരണാധികാരികളും എന്നുള്ളതാണ് ചരിത്രം. അവർ സാമ്രാജ്യ സ്ഥാപകന്മാരായി ഈ നാടിനെ ചൂഷണം ചെയ്യുവാൻ വേണ്ടിയല്ല കടന്നു വന്നത്. മൗര്യന്മാർ അവർ വ്യത്യസ്തങ്ങളായ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കിക്കൊണ്ട് രക്തച്ചൊരിച്ചിലുകളിലൂടെയാണ് തങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിച്ചതെങ്കിൽ രക്തച്ചൊരിച്ചിലുകൾ തീർച്ചയായും ഡൽഹി സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തിലും അതോടനുബന്ധിച്ച യുദ്ധത്തിലും ഉണ്ടായിരുന്നിരിക്കണം. സുങ്കന്മാർ ആളുകളെ കൊന്നൊടുക്കിയും രാജാക്കന്മാരെ തകർത്തും കൊണ്ടാണ് തങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിച്ചതെങ്കിൽ തീർച്ചയായും മുഗളന്മാരുടെ ഭരണത്തിന് വേണ്ടിയുള്ള സമരങ്ങളിലും യുദ്ധങ്ങളിലും ആളുകൾ മരണപ്പെട്ടിരിക്കണം. പക്ഷെ ഇവരെല്ലാവരും, അവരാരാകട്ടെ, മൗര്യന്മാരാകട്ടെ, സുങ്കന്മാരാകട്ടെ, അതല്ലെങ്കിൽ നന്ദന്മാരാകട്ടെ, ആര് തന്നെയാണെങ്കിലും ഭാരതത്തിന്റെ സുവർണ കാലഘട്ടം എന്ന് ശാസ്ത്ര നിഘണ്ടുവിൽ പറയുന്ന ഗുപ്തന്മാരാണെങ്കിലും അവരാര് തന്നെയാണെങ്കിലും അവർ രാജാക്കന്മാരായിരുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തെ രാജാക്കന്മാർ എന്നുള്ള നിലക്ക് പുരോഗതിയിലേക്ക് നയിച്ചവരായിരുന്നു. ഇത് തന്നെയാണ് മുഹമ്മദ് ബിൻ ഖാസിം മുതൽ ബഹദൂർ ഷാ സഫർ വരെയുള്ള ആളുകൾക്കും പറയാനുള്ളത്. ചരിത്ര കാലഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും നല്ല സാമ്പത്തിക ശക്തി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ ഉയർന്നു നിന്ന ഔറംഗസീബിന്റെ ചരിത്ര കാലഘട്ടവും ഇതേപോലെ പുരാതന നാഗരികതകളിലെ വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളുമെല്ലാം താരതമ്യത്തിന് നമ്മൾ വിധേയമാക്കിയാൽ അവിടെയെല്ലാം നമ്മൾ കാണുക അവരെല്ലാം നമ്മുടെ നാട്ടിന്റെ മക്കൾ തന്നെയായിരുന്നു എന്നുള്ള സത്യമാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രതിഭാസം ഇന്ത്യ രാജ്യത്തുണ്ടായി. ആ പ്രതിഭാസത്തോട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്ന് പഠിക്കുമ്പോഴാണ് രാജ്യത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾക്ക് എത്രത്തോളം നഷ്ടങ്ങളാണ് സഹിക്കേണ്ടി വന്നത് എന്ന് നമുക്ക് മനസ്സിലാവുക. 1498 മെയ് മാസം 20-ാം തീയതിയാണ് വാസ്കോ ഡി ഗാമ എന്ന പോർച്ചുഗീസ് നാവികൻ കോഴിക്കോട്ടെ കാപ്പാട്ട് കപ്പലിറങ്ങുന്നത്. ഇത് അവിടുത്തെ സാമൂതിരിയെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളമോ ഒരു അപ്രതീക്ഷിതമായ ആഗമനമായിരുന്നില്ല. മുസ്ലിങ്ങൾ കോഴിക്കോട്ടെ വ്യാപാരികളായിരുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ മാലിക് ദീനാറിന്റെ കാലഘട്ടത്തിന് ശേഷം ഇസ്ലാം വളർന്നപ്പോ, രാജകീയമായ തലത്തിൽ തന്നെ ഇസ്ലാമിക സമൂഹത്തിന് അംഗീകാരം ലഭിച്ചപ്പോ ഇവിടെയുള്ള പ്രധാനപ്പെട്ട വർത്തകന്മാരായിരുന്നു മുസ്ലിങ്ങൾ. പ്രത്യേകിച്ചും സമുദ്ര വ്യാപാരം മുസ്ലിങ്ങളുടെ കൈകളിലായിരുന്നു. സമുദ്രത്തിലൂടെ കേരളത്തിലെയും അതേപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെയും വ്യത്യസ്തങ്ങളായ പല വ്യഞ്ജനങ്ങളും കുരുമുളകിനെ പോലെയുള്ള ലോകത്തിന് ആവശ്യമുള്ള സാധനങ്ങളും ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്ന് നമ്മുടെ നാടിന് ആവശ്യമായ സാധനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുകയും ചെയ്യുക എന്ന വ്യാപാരം നടത്തിയ ആളുകൾ അവർ തങ്ങളുടെ വ്യാപാരങ്ങൾക്കിടക്ക്, കപ്പൽ യാത്രകൾക്കിടക്ക് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ അവർ ആദ്യം തന്നെ അന്നത്തെ സാമൂതിരിയെ അറിയിച്ചിരുന്നു. അത് മറ്റൊന്നുമല്ല, പോർച്ചുഗീസ് രാജാവായിരുന്ന മാനുവൽ ഒന്നാമൻ ചക്രവർത്തി കുരിശ് യുദ്ധത്തിന് ശേഷം ലോകം മുഴുവനും ക്രൈസ്തവവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പോർച്ചുഗീസ് പടയാളികളെ നാവികന്മാരാക്കി ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പറഞ്ഞയച്ചപ്പോ അവർ ആഫ്രിക്കൻ തീരങ്ങളിലും ശ്രീലങ്കയിലെ തീരങ്ങളിലും നടത്തിയ നരനായാട്ട് അവിടുത്തെ ആദിവാസി സമൂഹങ്ങളെ കൊന്നൊടുക്കിയും കുത്തിയിരച്ചും അവർക്കിടയിലെ അവരുടെ മനസ്സുകളിലേക്ക് ക്രിസ്തുമതം കയറാതെ അവരുടെ ശരീരത്തിലേക്ക് ക്രിസ്തുമതത്തെ കയറ്റുവാൻ വേണ്ടി ശ്രമിച്ച പരിശ്രമങ്ങളുടെ ഫലമായി ആ നാട് കുട്ടിച്ചോറാക്കിയ കഥ ഇവർക്കെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മലബാറിലെ മുസ്ലിം കച്ചവടക്കാർ അന്നത്തെ സാമൂതിരി ചേര രാജാക്കന്മാരുടെ ചേരമാന്മാരുടെ പിൻഗാമികളായിരുന്നു. ചേരമാന്മാരുടെ ആ കുലം നശിച്ചപ്പോ നെടിയിരിപ്പ് സ്വരൂപത്തിലെ രാജാക്കന്മാർ, ഏറാടിമാർ, അവർ കോഴിക്കോട് ആസ്ഥാനമാക്കിക്കൊണ്ട് തങ്ങളുടെ ഭരണം ആരംഭിക്കുകയും അങ്ങനെ സമുദ്രതിരിമാരെന്നറിയപ്പെടുകയും കോഴിക്കോട് സമുദ്രതീരമായതുകൊണ്ട് പിന്നീട് സാമൂതിരിമാരായി മാറുകയും ചെയ്തതാണ് എന്ന് ചരിത്രം.
ആ സാമൂതിരിമാരോട് ഇതാ പോർച്ചുഗീസുകാർ ഒരു സ്ഥിരമെന്നുള്ള നിലയ്ക്ക് ഇവിടേക്ക് കടന്നു വരാനുണ്ട് എന്ന് അറിയിക്കുക മാത്രമല്ല അവർ മലബാറിലെ മുസ്ലിങ്ങൾ ചെയ്തത്, മറിച്ച് അവരുടെ സമ്പത്ത് ഉപയോഗപ്പെടുത്തി അവർ കപ്പലുകൾ ഉണ്ടാക്കി. സാമൂതിരിമാർക്ക് പരിചയമുണ്ടായിരുന്നതല്ല അത്. കപ്പൽ പട എന്നത് അവർക്കറിയില്ല. കപ്പലിലൂടെ കടന്നു വരുന്നത് കച്ചവടം മാത്രമാണ് എന്നായിരുന്നു അവരുടെ ധാരണ. എന്നാൽ കപ്പലിലൂടെ നാടിനെ നശിപ്പിക്കുവാനുള്ള ആളുകൾ കടന്നു വരാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ മുസ്ലിങ്ങൾ, മലബാറിലെ മുസ്ലിങ്ങൾ സാമൂതിരിയോട് ഇക്കാര്യം പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ സ്വന്തം സമ്പത്ത് ഉപയോഗിച്ച് കപ്പലുകൾ ഉണ്ടാക്കുകയും ആ കപ്പലുകളെ നയിക്കുവാൻ വേണ്ട കപ്പൽ പടയെ, നാവികന്മാരെ അവർ തന്നെ ഉണ്ടാക്കുകയും പരിശീലനം കൊടുക്കുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് മരക്കാന്മാർ എന്ന സമൂഹം ഉണ്ടാകുന്നത്. മരക്കാർ മരക്കപ്പലിന്റെ രായ്ക്കന്മാരാണ്, മരക്കപ്പലിനെ നയിക്കുന്ന ആളുകളാണ്. മരക്കാന്മാരുടെ നേതാക്കന്മാർ കുഞ്ഞാലിമാരാകുന്നത് അങ്ങനെയാണ് കുഞ്ഞാലി മരക്കാന്മാരുണ്ടാകുന്നത്. കുഞ്ഞാലി മരക്കാർ സാമൂതിരിയുടെ നാവികപ്പടയുടെ നായകന്മാരാണ്. നാവികപ്പട അന്ന് ഇന്ത്യ രാജ്യത്തിന് വലിയ പരിചയമുള്ള ഏർപ്പാടൊന്നുമല്ല. പക്ഷേ കേരളത്തിൽ ആദ്യമായി നാവികപ്പടയുണ്ടാവുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഇതാ പോർച്ചുഗീസുകാരുടെ മാനുവൽ ഒന്നാമന്റെ നിർദ്ദേശപ്രകാരമുള്ള പോർച്ചുഗീസുകാരുടെ അധിനിവേശപ്പട ഇവിടേക്ക് കടന്നു വരാനുണ്ട്. അവരെ പ്രതിരോധിക്കണം. സംഭവിച്ചത് അത് തന്നെ. 1498 മെയ് മാസം 20-ാം തീയതി രാജ്യത്തെ കച്ചവടം ചെയ്തുകൊണ്ട് തൊലക്കാമെന്ന് കരുതിക്കൊണ്ട് കച്ചവടക്കാരായിട്ടാണ് അധിനിവേശ ശക്തികൾ എന്ന് കടന്നു വരിക. അറിയാം അവർക്ക്. അങ്ങനെ തന്നെയാണ് അവർ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയത്. അങ്ങനെ തന്നെയാണ് അവർ ശ്രീലങ്കയിലേക്ക് പോയത്. അതേപോലെ കേരളത്തിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞതുപോലെ തന്നെ 1498 കടന്നു വന്നപ്പോ അന്നത്തെ കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിലുള്ള നാവികപ്പട അവരെ തടഞ്ഞു നിർത്തി. സാമൂതിരിയുമായി അവർക്ക് ഒരു കരാറുണ്ടാക്കുവാൻ അവരെ സമ്മതിച്ചില്ല. അവർ ഇവിടേക്ക് കടന്നു വരിക നാടിനെ നശിപ്പിച്ചുകൊണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ പ്രതിരോധം കൂർത്തുകൊണ്ട് നിലകൊണ്ടു. അവർ ഈ വാസ്കോഡി ഗാമക്കും കൂട്ടർക്കും കാര്യമാത്ര പ്രസക്തമായ ലാഭങ്ങളൊന്നുമില്ലാതെ തിരിച്ചു പോകേണ്ടി വന്നു. അതിന്റെ ഫലം 1500-ൽ പിന്നെ 1498 ശേഷം 2 വർഷങ്ങൾക്ക് ശേഷം പെട്രോ അൽവാറസ് എന്ന് പറയുന്ന ക്രൂരനായ നാവികന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടേക്കെത്തി വലിയൊരു പോർച്ചുഗീസ് പട. ആ കോഴിക്കോട്ടെ കടപ്പുറത്തേക്ക് പോലും അടുപ്പിക്കാതെ അവരെ പ്രതിരോധിച്ചു നിർത്തി കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം പടയാളികൾ, മുസ്ലിം നാവികന്മാർ. ഫലം മുസ്ലിങ്ങളുടെ 10 കച്ചവട കപ്പലുകളാണ് അവർ തീയിട്ട് നശിപ്പിച്ചത്. ആ ഒരൊറ്റ ആക്രമണത്തിൽ 600 മുസ്ലിങ്ങളാണ് കപ്പലുകളിൽ വെന്തു മരിച്ചത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. നാവികന്മാർ കഴിഞ്ഞില്ല, വീണ്ടും വന്നു വാസ്കോഡി ഗാമ 1502 ഒക്ടോബറിൽ വാസ്കോഡി ഗാമ 2-ാം പ്രാവശ്യവും കോഴിക്കോട് കപ്പലിറങ്ങി. അവർ വന്നത് ശക്തമായ പടയാളികളെയും കൊണ്ടാണ്. ആ ശക്തമായ പടയാളികൾ ആദ്യം തന്നെ കച്ചവടത്തിനല്ല പോയത്, മറിച്ച് മാടായി എന്ന കോഴിക്കോടിനും കൊയിലാണ്ടിക്കും ഇടക്കുള്ള പ്രദേശത്തേക്കാണ്. എന്തിനായിരുന്നു എന്നറിയാമോ നിങ്ങൾക്ക്? കോഴിക്കോട്ടിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ടിരുന്ന ഒരു കപ്പൽ 400ഓളം ഹാജിമാരുമായി. കോഴിക്കോട്ടിൽ നിന്ന് 400ഓളം ഹാജിമാർ, 50 സ്ത്രീകൾ അടങ്ങുന്ന ഏതാനും കുട്ടികളും അടങ്ങുന്ന 400ഓളം ഹാജിമാർ ആ കപ്പലിനെ തടഞ്ഞു നിർത്തി വാസ്കോഡി ഗാമയുടെ പടയാളികൾ. ആ കപ്പലിനെ തടഞ്ഞു നിർത്തിയിട്ട് വാസ്കോഡി ഗാമയുടെ നാവികന്മാർ ആ നടുക്കടലിൽ വെച്ച്, മാടായി കടലിൽ വെച്ച് ആ ഹാജിമാരെ മുഴുവനും കത്തിച്ചു കളഞ്ഞു, ചുട്ടരിച്ചു കളഞ്ഞു. നിങ്ങൾക്കറിയാമോ ചരിത്രം അതാണ്. ആ കളഞ്ഞ സമയത്ത് ആ ഹാജിമാർ വാസ്കോഡി ഗാമയോട് വന്ന് കരഞ്ഞു പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ സമ്പത്തും, ഞങ്ങളുടെ നാട്ടിലുള്ള മുഴുവൻ സമ്പത്തും നിങ്ങൾക്കിതാ മുഴുവൻ തരാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളുടെ ജീവനൊന്ന് രക്ഷിക്കാമോ എന്ന്. വാസ്കോഡി ഗാമ കുലുങ്ങിയില്ല. വാസ്കോഡി ഗാമ ആ 50 സ്ത്രീകളടക്കമുള്ള മുഴുവൻ ആളുകളെയും കടലിൽ വെച്ച് കത്തിച്ചു കളയുക മാത്രമല്ല, വാസ്കോഡി ഗാമയുടെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ്, അദ്ദേഹം സ്വന്തം ആ കപ്പലിന്റെ പുറത്തു നിന്ന് ഈ കുട്ടികളെല്ലാം പുറത്തു വന്ന് സ്ത്രീകളെല്ലാം പൊട്ടി കരയുന്നത്, ആർത്തട്ടഹസിച്ച് ശരീരത്തിൽ കത്തിച്ചാമ്പലാകുമ്പോൾ ആട്ടഹസിച്ച് കരയുന്നത് അദ്ദേഹത്തിന്റെ താക്കോൽ പഴുതിലൂടെ നോക്കി രസിക്കുകയായിരുന്നു വാസ്കോഡി ഗാമ എന്ന ചരിത്രം. അതാണ് അധിനിവേശത്തിന്റെ ചരിത്രം. അവിടെയും കഴിഞ്ഞില്ല, മുസ്ലിങ്ങൾ പ്രതിരോധിക്കുകയായിരുന്നു സാമൂതിരിയുടെ നേതൃത്വത്തിൽ. ഹിന്ദുവായ സാമൂതിരിയുടെ രാജ്യം രക്ഷിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ പ്രതിരോധിക്കുകയായിരുന്നു. 1 ദിവസമല്ല, 2 ദിവസമല്ല, 1 നൂറ്റാണ്ട് കാലം.
1498 ആരംഭിച്ച ആ പ്രതിരോധ സമരം 1600 കുഞ്ഞാലി മരക്കാർ നാലാമൻ അന്നത്തെ പറങ്കികളുടെ പോർച്ചുഗീസുകാരുടെ ചതിക്ക് വശംവദമായിക്കൊണ്ട് അന്നത്തെ സാമൂതിരിയടക്കം ഒരുമിച്ച് നിന്ന് ചതിച്ചു പിടിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ കൊന്നുകളയുകയും ചെയ്യുന്നത് വരെ 1 നൂറ്റാണ്ട് കാലം നീണ്ടുനിന്ന ദീർഘമായ സമരമായിരുന്നു പോർച്ചുഗീസുകാർക്കെതിരെ മുസ്ലിങ്ങൾ ചെയ്തത്. ആ സമരത്തിലാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക്, മുന്നോക്കമായിരുന്ന മുസ്ലിങ്ങൾക്ക്, മുന്നിൽ നിന്നിരുന്ന മുസ്ലിങ്ങൾക്ക്, സാമ്പത്തികമായി മുന്നിലായിരുന്ന മുസ്ലിങ്ങൾക്ക്, വർത്തകന്മാരായിരുന്ന മുസ്ലിങ്ങൾക്ക് അവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടത്, അവരുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടത്, അവരുടെ കച്ചവടങ്ങൾ നഷ്ടപ്പെട്ടത്, അവരുടെ കപ്പലുകൾ നഷ്ടപ്പെട്ടത്. അവസാനം ഉയർന്ന വിഭാഗമായിരുന്ന മുസ്ലിങ്ങൾ പിന്നോക്കക്കാരായി, കുടിയാന്മാരായി, ആരാന്റെ കൃഷിവേലകൾ ചെയ്യേണ്ട അവസ്ഥകളിലേക്ക് അധപ്പതിച്ചു പോയത് ഈ സമരം കൊണ്ടായിരുന്നു, ഈ യുദ്ധം കൊണ്ടായിരുന്നു. മുസ്ലിങ്ങളെ ദേശസ്നേഹം പഠിപ്പിക്കാൻ ചരിത്രം പഠിച്ചിട്ടുള്ള ഒരാൾക്കും സാധ്യമല്ല എന്ന തിരിച്ചറിവായിരിക്കാം ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്കുണ്ടായത് എന്ന് നമ്മൾ ഊഹിക്കുക. അവിടെ മാത്രമാണോ? എന്നും എവിടെയും കൂടെയും അധിനിവേശ ശക്തികൾക്കെതിരെ ശക്തമായി നിലകൊള്ളുകയാണ് മുസ്ലിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന സത്യം അതാണ്. ഭഗവാൻ ഗിദ്വാനി എന്ന ഒരു നോവലിസ്റ്റ് ഉണ്ട്, ചരിത്രകാരൻ. ദ സോർഡ് ഓഫ് ടിപ്പു സുൽത്താൻ എന്ന ഗ്രന്ഥം എഴുതിയ ആൾ. ബോംബെയിലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകനായിരുന്ന നേതാവിന്റെ മകനാണ് ഭഗവാൻ ഗിദ്വാനി. ടിപ്പുവിനെ വെറുത്തു മാത്രം പഠിച്ചിട്ടുള്ള ചെറുപ്പകാലഘട്ടത്തിലെ വിവരങ്ങളിൽ നിന്ന് അദ്ദേഹം പഠിക്കാൻ ശ്രമിക്കുകയും അവസാനം അദ്ദേഹം നോവൽ എഴുതുകയും ചെയ്യുകയാണ്, ദ സോർഡ് ഓഫ് ടിപ്പു സുൽത്താൻ എന്ന നോവൽ. ആ നോവലിന്റെ തുടക്കത്തിൽ അദ്ദേഹം എഴുതുന്നത്, ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ചക്രവർത്തിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, മുസ്ലിങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഹിന്ദുക്കൾ ഉണ്ടായിട്ടുണ്ട്, പലരും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ, ഇന്ത്യയുടെ ആത്മാവ് മനസ്സിലാക്കിയ ആളാരാണ് എന്ന ചോദ്യത്തിന് എന്റെ പഠനത്തിൽ എന്റെ ഉത്തരം ടിപ്പു സുൽത്താൻ എന്ന് മാത്രമാണ് എന്നാണ്. എന്താ കാരണം? ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ പടക്കളത്തിൽ വെച്ച് മരണപ്പെടുകയാണ് ടിപ്പു സുൽത്താൻ ചെയ്തത് എന്ന്. അതിന്റെ ചരിത്രമല്ല ഞാൻ പറയുന്നത്. അവിടെയും കേരള ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ പഴശ്ശിരാജയെ കുറിച്ച് നമ്മൾ പറയും കേരള സിംഹമെന്ന്. എന്താ കാരണം? ബ്രിട്ടീഷുകാരുടെ തേതുപ്പുന്ന തോക്കുകളുമായി കടന്നു വന്നപ്പോ അടിയറവ് പറയാതെ പിടിച്ചു നിൽക്കുവാൻ പരിശ്രമിച്ചു എന്നതാണ് പഴശ്ശിരാജയുടെ സവിശേഷത. പക്ഷേ ബ്രിട്ടീഷുകാരുടെ പട്ടാളം കടന്നു വന്നപ്പോ വയനാടിന്റെ യോരങ്ങളിലേക്ക് കടന്നുപോയി. അവിടെ വെച്ച് ഗറില്ല യുദ്ധതന്ത്രങ്ങളിലൂടെ ബ്രിട്ടീഷുകാരെ ഓടിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുവെങ്കിലും അവസാനം പരാജയപ്പെടുമെന്ന് വന്നപ്പോ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട ഗതിയാണ് ഉണ്ടായത് എന്ന് ചരിത്രം. എന്നാൽ ഈ പഴശ്ശിരാജയുടെ ചരിത്രം പറയുമ്പോ അദ്ദേഹത്തെ കേരള സിംഹമായി നമ്മൾ വാഴ്ത്തുമ്പോ പഴശ്ശിരാജയുടെ ഇടതും വലതും നിന്ന് പോരാടിയിരുന്ന ഉണ്ണിമൂസ മൂപ്പനെയും ചെമ്പൻ പോക്കരനെയും മുന്നിൽ നിന്ന് പോരാടിയിരുന്ന അത്തൻകുരിക്കളെയും നമ്മൾ മറന്നു പോകുന്നുവോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അവർ പോരാടിയത് പഴശ്ശിരാജയോടൊപ്പമാണ്. രാജ്യത്തിന് വേണ്ടി, നാടിനെ നശിപ്പിക്കുവാൻ വേണ്ടി കടന്നു വരുന്നവരാണ് ബ്രിട്ടീഷുകാർ എന്ന തിരിച്ചറിവിൽ നിന്ന് ആ നാട്ടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പോരാടുകയാണ് അന്നവർ ചെയ്തത് എന്നത് ചരിത്രം. കാലഘട്ടത്തിലും ആ രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതല്ലേ ചരിത്രം. 1857 ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വിളിക്കുന്നു. തീർച്ചയായും ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം ശിപായിമാരിൽ നിന്ന്, ഇന്ത്യയിലെ പട്ടാളക്കാരിൽ നിന്നുണ്ടായി വന്ന സ്വാതന്ത്ര്യ സമരം. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ തലച്ചോർ ആരുടേതായിരുന്നു? അവിടെ ആ കലാപത്തിൽ മരണപ്പെട്ടതാരായിരുന്നു? എവിടെ നിന്നാണ് അവിടെ നേതൃത്വം ഉണ്ടായത്? നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ കാണുക എന്താണ്? ബഹദൂർ ഷാ സഫറിൽ നിന്ന്, ബഹദൂർ ഷാ സഫറിനെ പോലെയുള്ള രാജാക്കന്മാരും, അതേപോലെ തന്നെ ബീഗം ഹസ്രത്ത് മഹലിനെ പോലെയുള്ള സ്ത്രീരത്നങ്ങളും, അതേപോലെ മൗലവി ഹക്കീം ഖാനെ പോലെയുള്ള, മൗലവി ഷൗക്കത്ത് അലി മൗലാനയെ പോലെയുള്ള പണ്ഡിതന്മാരുമെല്ലാം ശക്തമായി നേതൃത്വം കൊടുത്തപ്പോ അവിടെ ആ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ശക്തമായ സമരം ഉണ്ടാവുകയായിരുന്നു. ഝാൻസി റാണിയുടെ പേര് പറയുന്ന സന്ദർഭത്തിൽ ഝാൻസി റാണി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നിമിത്തമായ വ്യക്തിയാണ് എന്ന് പറയുമ്പോ ആ സമരത്തിലെ ഒരു പ്രദേശത്ത് നേതൃത്വം കൊടുത്തത് ഝാൻസി റാണിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ബീഗം ഹസ്രത്ത് മഹലിനെ മറന്നു പോകുന്നില്ലേ ചരിത്രം?
ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെയും മുസ്ലിങ്ങൾ രാജ്യത്തിന് വേണ്ടി രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് സ്വന്തം ജീവൻ കൊടുക്കാൻ സന്നദ്ധമായത് നമ്മൾ കാണുകയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് ബ്രിട്ടീഷുകാരന്റെ കോടതി ആ സമരത്തിൽ പങ്കെടുത്ത നേതാക്കന്മാര് ഇന്ത്യ രാജ്യത്ത് തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നും അവർ അന്തമാനിലേക്ക് നാടുകടത്തപ്പെടണമെന്നും പറഞ്ഞപ്പോ അന്തമാനിൽ അന്ന് കാലാപാനി എന്നറിയപ്പെട്ടിരുന്ന, അവിടെ കുടിച്ചു നോക്കിയാൽ പോലും കറുത്ത വെള്ളം മാത്രം ലഭിച്ചിരുന്ന, അവിടെ കാടുകളിൽ കേവലം ജർവകൾ മാത്രമുണ്ടായിരുന്ന അന്തമാനിലെ ആദിവാസികളുടെ നടുവിലേക്ക് ഇന്ത്യക്കാരെ പറഞ്ഞയക്കുവാനും അവിടെ ജയിലടികൾ ഉണ്ടാക്കുവാനും അന്നാണ് സെല്ലുലാർ ജയിൽ 7 പാതകളുള്ള സെല്ലുലാർ ജയിൽ അന്തമാനിൽ ഉണ്ടാക്കിയത്. ആ അന്തമാനിലെ സെല്ലുലാർ ജയിലിൽ ഇന്നും അന്ന് അവിടേക്ക് നാടുകടത്തപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് കാണുമ്പോൾ ആ ലിസ്റ്റ് പൂർണ്ണമല്ല. ആ പക്ഷേ ലിസ്റ്റുകളിൽ നമുക്കൊരുപാട് മൗലാനമാരെ കാണുന്നു, ഒരുപാട് മുസ്ലിം പേരുകൾ കാണുന്നു. ഇവരെല്ലാവരും നാടുകടത്തപ്പെട്ടത് ഈ നാടിനു വേണ്ടി പോരടിച്ചത് കൊണ്ടായിരുന്നു എന്നതല്ലേ ചരിത്രം. എവിടെയും ചരിത്രം നമ്മൾ അവിടെ കാണുന്നില്ലേ? ഇന്ത്യയിൽ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഉണ്ടായി വന്നപ്പോ, അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായപ്പോ, ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലിരുന്ന ഗാന്ധിജി, ആ ഗാന്ധിജിയുടെ പ്രഖ്യാപനത്തോടനുബന്ധിച്ചു തന്നെ ഇന്ത്യ രാജ്യത്ത് വളർന്നു വന്ന ഖിലാഫത്ത് പ്രസ്ഥാനം ലോകത്തെങ്ങുമുള്ള മുസ്ലിങ്ങളെ ചതിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ നടത്തിയ ചതിക്കെതിരെ മഹാത്മാഗാന്ധി പ്രതികരിച്ചപ്പോ, അതോടൊപ്പം തന്നെ അന്നത്തെ മുസ്ലിം നേതാക്കളായിരുന്ന മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും എല്ലാം ഒരുമിച്ച് നിന്നപ്പോ അതോടനുബന്ധിച്ചുണ്ടായി വന്ന ഖിലാഫത്ത് പ്രസ്ഥാനം, ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ നിന്ന് സമരവീര്യം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ നടത്തിയ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സംഘടിതമല്ലാത്ത സമരങ്ങൾ, മാപ്പിള കലാപങ്ങൾ എന്ന് വിളിച്ച സമരങ്ങൾ, ബ്രിട്ടീഷുകാർക്കെതിരെയും ബ്രിട്ടീഷുകാരെ സഹായിക്കുന്നവർക്കെതിരെയും നടത്തിയ കലാപങ്ങൾ, ആ കലാപങ്ങളിലൂടെ മലബാറിലെ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ജീവനും സ്വത്തും മാനവുമെല്ലാമായിരുന്നു എന്നത് ചരിത്രം. അതിന്റെ അവസാനമാണല്ലോ 1921 മലബാർ കലാപം ഉണ്ടാകുന്നത്. ആ മലബാർ കലാപത്തിൽ മാത്രം 10,000-ഓളം മുസ്ലിങ്ങൾ മരണപ്പെടുകയും 15,000-ഓളം മുസ്ലിങ്ങൾ അന്തമാനിലേക്ക് നാടുകടത്തപ്പെടുകയും 25,000-ഓളം മുസ്ലിങ്ങൾ ജയിലിലടക്കപ്പെടുകയും ചെയ്തു എന്ന ചരിത്രരേഖകൾ. അന്തമാനിലേക്ക് ഇവിടെ നിന്ന് നാടുകടത്തപ്പെട്ട മുസ്ലിങ്ങൾ അവിടെ പോയി നമ്മുടെ സ്വന്തം നാടിന്റെ പേരിട്ട് അവർ സ്വന്തം നാടിനെ ആഘോഷിക്കുകയായിരുന്നു. മലപ്പുറവും മണ്ണാർക്കാടും തിരൂരും മഞ്ചേരിയും കോഴിക്കോടുമെല്ലാം ഇന്നും അന്തമാനിൽ നമ്മൾ കാണുന്നത് നാടിനെ സ്നേഹിച്ച മുസ്ലിങ്ങൾ, നാടിനെ സ്നേഹിച്ച മാപ്പിളമാർ അവിടേക്ക് നാടുകടത്തപ്പെട്ടപ്പോഴായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ചരിത്രമാണ്, ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം. ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം ഉണ്ടായപ്പോ ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലിരിക്കുന്ന ആളുകളുടെ ചിത്രമെടുത്ത് പരിശോധിക്കുക. നമ്മൾ ആ നേതൃനിരയിലിരുന്ന ഇന്ത്യ നാഷണൽ കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ആളുകളിൽ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഏറ്റവും അധികം കാലം ഉണ്ടായിരുന്ന ആളാര് എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേയുള്ളൂ, മൗലാന അബുൽ കലാം ആസാദ് എന്ന ഉത്തരം. ആ മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലെത്തുന്നത് 35-ാമത്തെ വയസ്സിലാണ്. ഇന്നും ആ വയസ്സിന്റെ റെക്കോർഡ് തകർക്കുവാൻ ഒരാളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃരംഗത്തെത്തിയിട്ടില്ല. മൗലാന അബുൽ കലാം ആസാദ് മൗലാനയാണ്, പരിശുദ്ധ ഖുർആനിന് തഫ്സീർ എഴുതിയ മഹാപണ്ഡിതരാണ്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃരംഗത്തെത്തിയത് ആ ത്യാഗോജ്വലമായ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വഴിയാണ്. ബ്രിട്ടീഷുകാരന്റെ തീതുപ്പുന്ന തോക്കുകൾക്ക് നേരെ അഹിംസാ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ഗാന്ധിജിയുടെ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ സമരരീതി കോൺഗ്രസ് തീരുമാനിച്ചതിന് ശേഷം അതിന്റെ മുന്നിൽ നടന്നതുകൊണ്ടാണ്. ഒരാളല്ല, ഒരുപാട് മുസ്ലിം നേതാക്കളെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ നമുക്ക് പലരെയും കാണാൻ കഴിയും. ഒരുപാട് പേരെ, ഹക്കീം അജ്മൽ ഖാനെ പോലെയുള്ള, മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ പേരെല്ലാം കേൾക്കുമ്പോ നമ്മൾ തീർച്ചയായും ഇന്ത്യക്കാരെന്നുള്ള നിലക്ക്, ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് അഭിമാനത്തോടു കൂടി മാത്രം സംസാരിക്കേണ്ട
മാത്രമല്ല ബ്രിട്ടീഷുകാരന്റെ പാർലമെന്റുകൾക്ക് പോലും ഏറെ കഥ പറയാനുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1930 നവംബർ മാസം 30 നടന്ന വട്ടവേഷ സമ്മേളനത്തിന്റെ 4ാം പ്ലീനറി സെഷനിലാണ് ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം നടത്തിയത് റാംസെ മാക്ഡൊണാൾഡിന്റെ മുന്നിൽ വെച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ മൗലാന മുഹമ്മദ് അലി. ആ മൗലാന മുഹമ്മദ് അലി നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം ഇന്ത്യക്കാരന്റെ സ്വാതന്ത്ര്യ ബോധത്തെ പ്രതിനിധീകരിക്കുന്ന അതേപോലെയുള്ള ഒരു പ്രഭാഷണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ചരിത്രകാരന്റെ ഉത്തരം. അദ്ദേഹം അവിടെ വെച്ചാണ് പറഞ്ഞത്, ചേമാൻ, ഈ നാട്ടിന്റെ, ഈ സ്വതന്ത്ര ബ്രിട്ടനിന്റെ പ്രധാനമന്ത്രിയായ ചേമാൻ, ഞാൻ താങ്കളോട് ആവശ്യപ്പെടുന്നത് എന്റെ നാടിന് സ്വാതന്ത്ര്യം തരാനാണ്. എന്റെ നാടിന് സ്വാതന്ത്ര്യം തരാനാണ് ചേമാൻ. എന്റെ നാടിന് താങ്കൾ സ്വാതന്ത്ര്യം തരില്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ഒരു ഖബറിടം എനിക്ക് തരാമോ? സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ഒരു ഖബറിടം തരാമോ എനിക്ക്? എന്റെ നാട്ടിലേക്ക് അടിമയായി തിരിച്ചു പോകാൻ ഞാൻ തയ്യാറില്ല ചേമാൻ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ച മൗലാന മുഹമ്മദ് അലിയുടെ സ്വരം ഇന്ത്യൻ മുസ്ലിമിന്റെ രാഷ്ട്രസ്നേഹത്തിന്റെ ശബ്ദപാട്. ഇത് തുടർച്ചയാണ്. കേരളത്തിലേക്ക് വന്നാൽ ഇത് തന്നെയല്ലേ അവസ്ഥ? കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് എന്ന് പറഞ്ഞതുപോലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബായിരുന്നു. തന്റെ 41ാമത്തെ വയസ്സിലാണ് അദ്ദേഹം KPCCയുടെ പ്രസിഡന്റ് ആകുന്നത്. അതിനുശേഷം ഇന്നുവരെ ആ പ്രായം ഇതുവരെ അതിനേക്കാൾ പ്രായം കുറഞ്ഞ ഒരാൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടില്ല. അദ്ദേഹം അതിശക്തമായി കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ചതോടൊപ്പം തന്നെ ഇസ്ലാമിക പ്രബോധന രംഗത്ത്, ഇസ്ലാമിക സമൂഹത്തിന്റെ, മുസ്ലിം സമൂഹത്തിന്റെ നവോത്ഥാന രംഗത്ത് എല്ലാം ഒരേപോലെ നിലനിന്നിരുന്ന മഹാവ്യക്തിത്വമായി ചരിത്രത്തിൽ അറിയപ്പെടുകയാണ്.